ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. താൻ മോഷ്ടിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കർപ്പകം കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, നോക്ക്, ഞങ്ങൾക്ക് നിന്നെ പോലീസിൽ ഏൽപ്പിക്കണമെന്ന് യാതൊരു ആഗ്രഹവും ഇല്ല. നീ ആ മാല മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ മര്യാദയ്ക്ക് തിരിച്ചു തന്നാൽ മതി, എങ്കിൽ പിന്നെ ഒരു പ്രശ്നവും ഇല്ല. എന്താ പറയേണ്ടതെന്ന് അറിയാതെ മരതകം വീണ്ടും വീണ്ടും കരയാണ്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, അതല്ലെങ്കിൽ പിന്നെ നിന്നെ പോലീസിൽ കൊടുക്കുക എന്നല്ലാതെ ഞങ്ങൾക്ക് മുന്നിൽ മറ്റൊരു വഴിയുമില്ല. എന്താ ചെയ്യേണ്ടതെന്ന് നീ തന്നെ പറ. അപ്പോൾ കരഞ്ഞുകൊണ്ട് കർപ്പകം പറയുന്നുണ്ട്, സത്യമായിട്ടും ഞാൻ ആ ചെയിൻ എടുത്തിട്ടില്ല മാഡം. ഞാനത് മോഷ്ടിച്ചിട്ടുണ്ടെങ്കിലല്ലേ ഞാനത് എവിടെയാണ് വിറ്റേന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. നിരപരാധിയായി എന്നെ വിട്ടിട്ട് യഥാർത്ഥ കള്ളനെ കണ്ടുപിടിക്കാൻ നോക്ക് മാഡം. അപ്പോൾ വാസു ദേഷ്യത്തോടെ പറയാണ്, ഈ കള്ളെന്ന് നീ ആരെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആ ചെയിൻ മോഷ്ടിച്ചത് നീ തന്നെയാ. ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലാന്ന് കർപ്പകത്തിന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അവരിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് സിദ്ധാർത്ഥ് പറയാണ്, നോക്ക്, നിങ്ങൾ ആ മാല മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ മാല തിരിച്ചതാ. അതാണ് നിങ്ങൾക്ക് നല്ലതെന്നാണ് ഞങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കർപ്പകം സിദ്ധുവിനോടും പറയുന്നുണ്ട്, സർ, നിങ്ങളെങ്കിലും എന്നെ വിശ്വസിക്കൂ സർ. ആ മാല ഞാൻ എടുത്തിട്ടേ ഇല്ല സർ. അവരിങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ആരും തന്നെ അവരെ വിശ്വസിക്കാൻ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ജ്യോതിയെയും കൂട്ടിക്കൊണ്ട് ഓട്ടോയിൽ ചന്ദ്രിക അവിടെ വന്ന് ഇറങ്ങുകയാണ്. ചന്ദ്രിക വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ജ്യോതി പറയുന്നുണ്ട്, ചന്ദ്രിക, നീ എന്താ ഈ ചെയ്യാൻ പോകുന്നത്? ചന്ദ്രിക ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയിട്ട് ജ്യോതിയോട് ഇറങ്ങാൻ പറയുമ്പോൾ അവൾ ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ എന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത്? അപ്പോൾ ചന്ദ്രിക ജ്യോതിയോട് പറയുന്നുണ്ട്, ജാനകി അമ്മായിയുടെ ആ മാല ഇവിടെ ജോലി ചെയ്യുന്ന കർപ്പക ചേച്ചിയല്ല എടുത്തത്, അത് നിൻ്റെ കയ്യിലാണ് ഉള്ളതെന്ന് നീ ഇപ്പോൾ ഇവിടെ വന്ന് പറയണം. അത് കേട്ടതും ജ്യോതിക്ക് ദേഷ്യം വരികയാണ്. നോക്ക്, എന്നെപ്പറ്റി മനസ്സിലാക്കാതെയാണ് നീ ഇങ്ങനെ ഓവറായിട്ട് പെരുമാറുന്നത്. അപ്പോൾ ചന്ദ്രിക ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ഇങ്ങോട്ട് ഇറങ്ങടി. ഞാൻ ആരാണെന്ന് മനസ്സിലായാ നീ ഒരുപാട് ദുഃഖിക്കും. ജ്യോതി ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, നിന്നെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ നിന്നെയും കൂട്ടി ഇങ്ങോട്ടേക്ക് തന്നെ വന്നത്. മര്യാദയ്ക്ക് വരാൻ നോക്കടി എന്നും പറഞ്ഞിട്ട് ജ്യോതിയുടെ കൈ പിടിച്ച് വലിച്ചിറക്കുകയാണ്. ജ്യോതിയാണെങ്കിൽ ഒരുപാട് ശ്രമിക്കുന്നുണ്ടായിരുന്നു ചന്ദ്രികയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. എന്നെ വിട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്രികയും ദേഷ്യത്തോടെ പറയാണ്, മര്യാദയ്ക്ക് എൻ്റെ കൂടെ വരാൻ നോക്ക്. എന്നിട്ട് ജ്യോതിയുടെ കൈ മുറുക്കെ പിടിച്ചിട്ട് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ്. ജ്യോതി എത്ര തന്നെ യാചിച്ചിട്ടും ചന്ദ്രിക അവളുടെ കയ്യിൽ നിന്നുള്ള പിടുത്തം വിട്ടിട്ടുണ്ടായിരുന്നില്ല. അവളെ വലിച്ചഴച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് വരികയാണ്. എല്ലാവരും നോക്കുന്ന സമയത്ത് ചന്ദ്രികയാണെങ്കിൽ ദേഷ്യത്തോടെയാണ് ജ്യോതിയും കൂട്ടിക്കൊണ്ട് വരുന്നത്. ഇതെന്തിനാ ഇവൾ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നതെന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് എല്ലാവരും നോക്കുന്നത്. ജ്യോതിയാണെങ്കിൽ ഇങ്ങനെ കൈ വിടുവിക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. അവസാനം അകത്തെത്തിയ സമയത്ത് ചന്ദ്രിക ജ്യോതിയെ പിടിച്ചിട്ട് അവിടെ നിലത്തേക്ക് തള്ളിയിടുകയാണ്. വാസു ആണെങ്കിൽ ആകെ ഞെട്ടിയിട്ടാണ് നിൽക്കുന്നത്. ജ്യോതിയുടെ അടുത്ത് നിന്ന് കള്ളത്തരൊക്കെ പുറത്തു വരുമോ എന്നുള്ള പേടി അയാൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് മറ്റുള്ള എല്ലാവരും ചന്ദ്രിക എന്തായി ചെയ്യുന്നതെന്നുള്ള അർത്ഥത്തിലാണ് സിദ്ധു അടക്കം നിൽക്കുന്നത്. മാത്രമല്ല ജാനകി ദേഷ്യത്തോടെ ചന്ദ്രികയോട് സംസാരിക്കുന്നത്, ഏയ് ചന്ദ്രിക, എന്തിനാ ജ്യോതിയെ കൂട്ടിക്കൊണ്ടുവന്ന് ഇവിടെ തള്ളിയിട്ടത്? അപ്പോഴേക്കും ജ്യോതി നിലത്തു നിന്ന് എഴുന്നേറ്റിട്ട് അവരെ രണ്ടുപേരെയും മാറി മാറി നോക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക ജാനകിയോട് പറയുന്നുണ്ട്, കാരണം ഉണ്ടായിട്ട് തന്നെയാണ് കൂട്ടിക്കൊണ്ട് വന്നത്. നിങ്ങളുടെ ഒരു മാല കാണുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, താമരപ്പൂവുണ്ടായിരുന്ന ഒരു $1 വെച്ച ചെയിന്. ആ ചെയിന് വേറെ എവിടെയും അല്ല, അത് ഇവളുടെ കയ്യിലാണ് ഉള്ളത്. അത് കേട്ടതും ജാനകിയും സിദ്ധാർത്ഥ അടക്കം എല്ലാവരും ഞെട്ടിയിട്ട് നിൽക്കുകയാണ്. മാത്രമല്ല മേഘയും മുത്തശ്ശിയും പറയുന്നുണ്ട്, ഇതെന്തായിരിക്കും ചന്ദ്രിക പറഞ്ഞു വരുന്നതെന്ന്. എന്തായാലും ചന്ദ്രിക പറയുന്നത് എന്താണെന്ന് കേട്ട് നോക്കാമെന്ന് മേഘയും സമാധാനത്തോടെ നിൽക്കുകയാണ്. വാസുവും ജ്യോതിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നുണ്ടായിരുന്നു. എല്ലാ കള്ളത്തരവും പൊളിയുന്ന പേടിയിലാണ് അവർ നിൽക്കുന്നത്. എല്ലാവരും ചന്ദ്രികയുടെ ആ ഒരു വെളിപ്പെടുത്തൽ കേട്ടിട്ട് ഞെട്ടിയിട്ട് നിൽക്കുകയാണ്, കർപ്പക ഉൾപ്പെടെ. അപ്പോൾ ജാനകി അതിശയത്തോടെ ചന്ദ്രികയോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ കാണാതെ പോയ ചെയിൻ എങ്ങനെ ഇവളുടെ കയ്യിലുണ്ടാവുക? ഒന്നും മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരുമോ? ജാനകി ദേഷ്യത്തോടെ പറഞ്ഞപ്പോൾ ചന്ദ്രിക അല്പം അടിച്ചിട്ട് പറയുന്നുണ്ട്, ഇവള് മറ്റാരുമല്ല, വാസുദേവൻ സാറിന് വേണ്ടപ്പെട്ട ഒരാളാണ്. ചന്ദ്രികയ്ക്ക് അത് എങ്ങനെയാണ് അവരോട് പറയാന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. അപ്പോൾ വാസുവും ജ്യോതിയും പേടിയോടെയാണ് നിൽക്കുന്നത്. ചന്ദ്രിക ഇപ്പോൾ ഒക്കെ വെട്ടിത്തുറന്ന് പറയുന്നുള്ള പേടിയോടെ. അപ്പോൾ ചന്ദ്രിക ജാനകിയോട് പറയുന്നുണ്ട്, അതുകൊണ്ടാണ് നിങ്ങളുടെ കാണാതെ പോയ ചെയിന് ജ്യോതിയുടെ കയ്യിലായത്. ജാനകി ജ്യോതിയെ നോക്കുന്ന സമയത്ത് ജ്യോതി ഒരു പാവത്തിനെ പോലെ നിൽക്കുകയാണ്. പക്ഷേ മേഘയും സിദ്ധുവും ഒക്കെ ചന്ദ്രിക എന്തൊക്കെ വെഡിത്തരങ്ങളെ വിളിച്ചു പറയുന്നതെന്നുള്ള അർത്ഥത്തിലാണ് അവളെ നോക്കുന്നത്. പക്ഷേ ജാനകി കുറച്ച് ദേഷ്യത്തോടെയാണ് ചന്ദ്രികയോട് സംസാരിക്കുന്നത്, നീ എന്തൊക്കെ വിഡിത്തയി വിളിച്ചു പറയുന്നത്? അപ്പോൾ ചന്ദ്രിക തലതാഴ്ത്തി സങ്കടത്തോടെ പറയുന്നുണ്ട്, ഇത് നിങ്ങളോട് എങ്ങനെയാണ് പറയേണ്ടതെന്ന് ആലോചിച്ചിട്ട് തന്നെ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ട്. പക്ഷേ ഇതല്ലാതെ മറ്റു വഴിയൊന്നുമില്ല. നിങ്ങളോടിത് പറയേണ്ട അവസ്ഥയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. വാസുവും ജ്യോതിയും പേടിയോടെ നിൽക്കുന്നതാണ്. ബാക്കി എല്ലാവരും ചന്ദ്രിക പറയാൻ പോകുന്നത് എന്താണെന്ന് ആലോചിച്ചിട്ട് ടെൻഷനോടെയാണ് നിൽക്കുന്നത്. അപ്പോഴാണ് ചന്ദ്രിക പറയുന്നത്, ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടുമെന്ന് തോന്നുന്ന ഒരു നിവൃത്തികെട്ട അവസ്ഥയിലായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളോട് പറയുന്നത്.
അപ്പോഴും ജാനകിക്ക് ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. നീ എന്തൊക്കെയായി വിളിച്ചു പറയുന്നതെന്ന് ഒന്ന് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് പറഞ്ഞതാ. വാസു പേടിയോടെ നിൽക്കുന്ന സമയത്ത് ചന്ദ്രിക പറയുന്നുണ്ട്, ഈ ജ്യോതിയും വാസുദേവൻ സാറും വളരെ മോശപ്പെട്ടൊരു ബന്ധത്തിലാണുള്ളത്. ചന്ദ്രികയുടെ ആ ഒരു വെളിപ്പെടുത്തൽ കേട്ട സമയത്ത് ജാനകിയും സിദ്ധാർത്ഥും വാസുവും ജ്യോതിയും എല്ലാവരും ഷോക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക സങ്കടത്തോടെ പറയുന്നുണ്ട്, നിങ്ങളുടെ മാല നിങ്ങളറിയാതെ വാസുദേവൻ സാർ എടുത്തിട്ട് ഈ ജ്യോതിയുടെ കൈ കൊടുത്തിട്ടാണുള്ളത്. ജാനകി ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. വാസു അപ്പം തന്നെ അത് നിഷേധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നീ എന്തൊക്കെയായി പറയുന്നത്? ചന്ദ്രിക അങ്ങനെ വെട്ടിത്തുറന്ന് പറയുന്ന ജ്യോതിയും വാസുവും പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ സിദ്ധാർത്ഥ് ഉൾപ്പെടെ എല്ലാവരും കേട്ടത് വിശ്വസിക്കാനാവാതെയാണ് നിൽക്കുന്നത്. മാത്രമല്ല മരതക മുത്തശ്ശി മേഘയോടായിട്ട് പറയുന്നുണ്ട്, എന്തൊക്കെയായി പുതിയ കഥകൾ? അപ്പോൾ മേഘ പറയുന്നുണ്ട്, അറിയില്ല മുത്തശ്ശി, എന്തായാലും എന്തോ ഒരു കാര്യമുണ്ട്. വാസു പെട്ടെന്ന് തന്നെ കയറിയിട്ട് ചന്ദ്രികയോട് സംസാരിക്കുകയാണ്. ഏയ് ചന്ദ്രിക, നീ നിൻ്റെ മനസ്സിൽ എന്താ കരുതിയിരിക്കുന്നത്? ജ്യോതി എൻ്റെ നല്ലൊരു ഫ്രണ്ട് മാത്രമാണ്. ജ്യോതി അത് തലയാട്ടി സമ്മതിക്കുന്നുണ്ട്. അതുകൊണ്ട് അവളെയും എന്നെയും ചേർത്ത് മോശമായിട്ട് സംസാരിക്കുകയാണോ നീ? ജാനകിയും മുഖം കണ്ടപ്പോൾ അത് വിശ്വസിച്ച മട്ടിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ വാസു ദേഷ്യത്തോടെയാണ് ചന്ദ്രികയോട് സംസാരിക്കുന്നത്. ഞാൻ എന്തിന് ജാനകിയുടെ ചെയിൻ എടുത്തിട്ട് ജ്യോതിക്ക് കൊടുക്കണം? അത് ശരിയാണല്ലോ എന്ന് മേഘയ്ക്കും സിദ്ധാർത്ഥിനും ഒക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ വാസു അവസരം മുതലാക്കുകയാണ്. വാസു പറയുന്നുണ്ട്, നീ തന്നെ നിനക്ക് വായി തോന്നിയ പോലെയൊക്കെ വിളിച്ചു പറഞ്ഞാൽ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും അത് വിശ്വസിക്കണം എന്നാണോ? അല്ല, ഞാൻ മനസ്സിലാവായിട്ട് ചോദിക്കുക, നീ എന്തിനാ ഇപ്പോൾ കർപ്പകത്തെ സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത്? ചന്ദ്രികയുടെ അല്പനേരത്തെ മൗനം മാത്രം മതിയായിരുന്നു വാസുദേവന് അവളുടെ മേൽ പഴിചാരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജാനകി വിശ്വസിക്കുന്ന രീതിയിൽ വാസുദേവൻ സംസാരിക്കുന്നത്, ജാനകിയുടെ ആ മാല നിങ്ങൾ രണ്ടുപേരും കൂടെ മോഷ്ടിച്ചിട്ട് പണം പങ്കിട്ടെടുത്തായിരിക്കും അല്ലേ? വാസു പറയുന്നത് തന്നെയാണ് അവിടെ കൂടിയിരിക്കുന്നവരൊക്കെ വിശ്വസിക്കുന്നതെന്നാണ് തോന്നുന്നത്. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, ഇങ്ങോട്ട് നോക്ക്, നിങ്ങൾ ചെയ്ത തെറ്റ് മറക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ മേൽ പഴിചാരരുത്. സിദ്ധാർത്ഥ് ഉൾപ്പെടെ എല്ലാവരും വാസുവിനെ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ചന്ദ്രിക എന്താ പറയുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് സിദ്ധാർത്ഥൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്രിക പറയാണ്, ജാനകി അമ്മായിയുടെ ചെയിന് ജ്യോതിയുടെ കഴുത്തിൽ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അത് കേട്ടതും ജ്യോതി വെപ്രാളത്തോടെ നിൽക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, അത് നിങ്ങളെ കൊണ്ട് മറക്കാൻ സാധിക്കില്ല. അപ്പോൾ വാസു പെട്ടെന്ന് തന്നെ പറയാണ്, ആഹാ, ഇത് കൊള്ളാലോ, ഇതൊരു പുതിയ കഥ തന്നെയാണല്ലോ. ഈ ലോകത്തിൽ താമരപ്പൂ ഡോളർ വെച്ച ചെയിന് ഒന്നേ ഒന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ, പറ. പെട്ടെന്ന് ചോദിച്ചപ്പോൾ ചന്ദ്രിക ഒന്ന് പതറി നിൽക്കുകയാണ്. ആ അവസരം മുതലാക്കിയിട്ട് വാസു പറയുന്നുണ്ട്, ജാനകിയുടെ അടുത്തുണ്ടായ പോലത്തെ ചെയിന് ജ്യോതിയുടെ അടുത്തും കാണും. ജ്യോതിയും അത് ശരിയാണെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടുകയാണ്. അപ്പോൾ വാസു ചോദിക്കുന്നുണ്ട്, ജാനകിയുടെ അടുത്തുണ്ടായിരുന്ന ചെയിൻ തന്നെയാണ് ജ്യോതിയുടെ അടുത്തുണ്ടായിരുന്നതെന്ന് നിന്നെക്കൊണ്ട് എങ്ങനെ ഇത്ര കൃത്യമായിട്ട് പറയാൻ സാധിച്ചു? എല്ലാവരും വാസുവിനെ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വാസു പറയുന്നുണ്ട്, ഈ മാല ശരിക്കും മോഷ്ടിച്ചത് കർപ്പകം തന്നെയാണ്. കർപ്പകം അത് കേട്ടിട്ട് സങ്കടത്തോടെ നിൽക്കുകയാണ്. ആ സമയത്ത് വാസു പറയുന്നുണ്ട്, കർപ്പകം ആ മാല മോഷ്ടിച്ചിട്ട് നിന്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നു. നീ അത് കൊണ്ടുപോയി വിറ്റിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി ആ പണം പങ്കിട്ടെടുത്തു. വാസു ഉണ്ടാക്കി പറയുന്ന കഥകൾ കേട്ടിട്ട് കർപ്പകവും ചന്ദ്രികയും ഷോക്കായിട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് വാസു പറയുന്നുണ്ട്, ഇപ്പോൾ കർപ്പകത്തിനെ പിടിച്ചു എന്ന് തോന്നിയപ്പോൾ എൻ്റെ ഫ്രണ്ട് ജ്യോതിയെ കൂട്ടിക്കൊണ്ട് വന്ന് ഞാൻ ആ മാല എടുത്ത് ജ്യോതിക്ക് കൊടുത്തു എന്ന് നീ ഒരു പുതിയ കഥയുണ്ടാക്കി. അത് കേട്ട സമയത്ത് ജ്യോതിയും വലിയ ആളായിട്ട് നിൽക്കുകയാണ്. ഇതൊക്കെയാണ് സത്യം എന്നുള്ള രീതിയിൽ ശബ്ദം ഉയർത്തി സംസാരിച്ച് ആ കള്ളത്തിനെ വാസുദേവൻ സത്യമാക്കിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. മാത്രമല്ല വാസുദേവൻ എന്തു പറഞ്ഞാലും വിശ്വസിക്കാൻ പാകത്തിലാണ് ജാനകി നിൽക്കുന്നത്. അപ്പോൾ ജാനകിയോടായിട്ട് വാസുദേവൻ പറയുന്നുണ്ട്, ജാനകി, ഇപ്പോൾ നിനക്ക് മനസ്സിലായോ? ആ മാല മോഷ്ടിച്ചത് കർപ്പകം തന്നെയാണ്. അത് ചന്ദ്രികയ്ക്ക് കൊണ്ടുപോയി കൊടുത്ത് ചന്ദ്രികയാണത് വിറ്റത്. ഇവരുടെ രണ്ടുപേരുടെയും പേരിൽ നമുക്ക് പോലീസിൽ കേസ് കൊടുക്കണം. സിദ്ധു ഉൾപ്പെടെ എല്ലാവരും വാസുദേവൻ പറയുന്നത് തന്നെയാണ് വിശ്വസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ചന്ദ്രിക ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ഓ അങ്ങനെയാണോ? എങ്കിലൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇപ്പം തന്നെ പോയി പോലീസിൽ പരാതി കൊടുക്കാം. പോലീസ് വന്ന് ചോദ്യം ചെയ്താൽ ചെയിൻ ആരാണ് മോഷ്ടിച്ചതെന്ന് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അത് കേട്ട സമയത്ത് വാസുദേവനും ജ്യോതിയും ചെറുതായിട്ടൊന്ന് ഞെട്ടുന്നുണ്ട്. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, അത് മാത്രമല്ല, നിങ്ങൾക്കും ജ്യോതിക്കും തമ്മിലുള്ള ബന്ധം എന്താണെന്നും എല്ലാവരുടെ മുന്നിൽ തെളിയിക്കാൻ സാധിക്കും. പിന്നീട് വാസു സംസാരിച്ചത് സിദ്ധാർത്ഥിനോടായിരുന്നു. ഇങ്ങോട്ട് നോക്ക് സിദ്ധു, ചന്ദ്രിക വായി തോന്നിയതൊക്കെ എന്നെ വിളിച്ച് പറയുകയാണ്. നീയാണെങ്കിൽ ഒന്നിനു പോലും മറുപടി പറയാതെ ഇതൊക്കെ കേട്ട് നിൽക്കുകയാണോ? അത് കേട്ട സമയത്ത് സിദ്ധാർത്ഥും കുറച്ച് ദേഷ്യത്തോടെയാണ് ചന്ദ്രികയോട് സംസാരിക്കുന്നത്. ചന്ദ്രിക, നീ എന്താ പറയുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണോ നീ സംസാരിക്കുന്നത്? ഇപ്പം എന്തിനാ ഒരു കാര്യമില്ലാതെ അച്ഛൻ്റെ മേൽ കുറ്റം ചാർത്തുന്നത്? അച്ഛൻ എങ്ങനെയുള്ള ആളാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. സിദ്ധാർത്ഥിൽ നിന്നും വന്ന ആ ഒരു മാറ്റം ചന്ദ്രികയെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. അവളൊന്നും പറയാതെ കേട്ട് നിൽക്കുകയാണ്. അപ്പോൾ സിദ്ധു ദേഷ്യത്തോടെ പറയുന്നുണ്ട്, നീ എൻ്റെ അച്ഛനെക്കുറിച്ച് പറയുന്നത് കേട്ടിട്ട് എനിക്ക് വല്ലാത്ത വിഷമം വരുന്നുണ്ട് ചന്ദ്രിക.
എല്ലാവരും സിദ്ധു പറഞ്ഞത് ശരിയാണെന്നുള്ള അർത്ഥത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക സങ്കടത്തോടെ പറയുന്നുണ്ട്, സർ, ഞാൻ ഈ വീട്ടിൽ ജോലിക്ക് വന്ന നാൾ തൊട്ട് എനിക്കറിയാം നിങ്ങളുടെ അച്ഛനും ജ്യോതിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്. ഏയ് ചന്ദ്രിക, വാസുദേവൻ ദേഷ്യത്തോടെ വിളിക്കുന്നുണ്ട്. അപ്പോൾ സങ്കടത്തോടെ ചന്ദ്രിക പറയാണ് സിദ്ധുവിനോട്, നിങ്ങളുടെ കുടുംബം പിരിഞ്ഞു പോകരുതെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത്രയും കാലം ഈ സത്യം മറച്ചു വെച്ചത്. അത് കേട്ട സമയത്ത് ജാനകിക്ക് വല്ലാത്ത ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ആരതിയും മേഘയൊക്കെ ഞെട്ടിയിട്ടാണ് നിൽക്കുന്നത്, ഇതൊക്കെ സത്യമായിരിക്കുമോ എന്നൊരർത്ഥത്തിൽ. അപ്പോൾ വാസുദേവൻ പെട്ടെന്ന് തന്നെ പറയുന്നുണ്ട്, അതെ അതെ, ഇവൾ വലിയ സത്യസന്ധ. നോക്ക്, ഇത്രയും നാൾ മറച്ചു പിടിച്ചിട്ട് അവൾ ഇപ്പോൾ വന്ന് പറഞ്ഞിരിക്കുക. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നില്ലേ അവൾ പറയുന്നത് കള്ളാണെന്ന്. എനിക്കും ജ്യോതിക്കും അങ്ങനെ ഒരു വഴിവിട്ട ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് നീ ഇത് ആദ്യം തന്നെ പറഞ്ഞില്ല? അതെന്താ കർപ്പകത്തിനെ പിടിച്ചപ്പോൾ മാത്രം നിനക്കത് പറയാൻ തോന്നിയത്? അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, ഇങ്ങോട്ട് നോക്ക്, മര്യാദയ്ക്ക് ജ്യോതിയുടെ കയ്യിൽ നിന്നും ജാനകി അമ്മായിയുടെ മാല വാങ്ങിയിട്ട് തിരിച്ച് ജാനകി അമ്മായിക്ക് കൊടുക്ക്, അതാണ് നിങ്ങൾക്ക് നല്ലത്. പക്ഷെ അത് കേട്ട സമയത്ത് വാസുവിന് പകരം ജാനകിയാണ് പ്രതികരിക്കുന്നത്. ഏയ് നിർത്തടി, ആരെ വീട്ടിൽ വന്നിട്ട് ആരുടെ മേലെ നീ കള്ളാരോപിക്കുന്നത്? നിനക്കെൻ്റെ ഭർത്താവിനെ പറ്റി എന്താടി അറിയാ? നിനക്കും മുന്നേ ഈ ജ്യോതിയെയും ഇവളുടെ ഏട്ടനെയൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. അത് കേട്ട സമയത്ത് വാസുവും ജ്യോതിയൊക്കെ ഒന്ന് തല ഉയർത്തി പിടിച്ച് നിൽക്കുകയാണ്. കാരണം ജാനകി അവർക്കൊപ്പം ഉള്ളതെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, ഈ ജ്യോതിയുടെ ഏട്ടൻ എൻ്റെ ഭർത്താവിൻ്റെ കുട്ടിക്കാലം തൊട്ടുള്ള സുഹൃത്താണ്. അതുകൊണ്ട് ഒരുപക്ഷെ അവർ ക്ലോസ് ആയിട്ട് ഇടപഴകുന്നുണ്ടാവും. ആ ഒരു കാരണം കൊണ്ട് എൻ്റെ ഭർത്താവിനും ജ്യോതിക്കും ഇടയിൽ വൃത്തികെട്ടൊരു ബന്ധമുണ്ടെന്ന് നീ പറയുന്നത് വിശ്വസിക്കാൻ ഞങ്ങൾ മണ്ടന്മാരല്ല. അത് കേട്ട സമയത്ത് ജ്യോതിയും വാസുദേവനും പരസ്പരം കൗശലത്തോടെ ചിരിക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക ശരിക്കും തോറ്റുപോയൊരവസ്ഥയിൽ തന്നെ ആയിരുന്നു. സിദ്ധാർത്ഥ് ഉൾപ്പെടെ ആരും തന്നെ അവളെ വിശ്വസിക്കുന്നില്ല. മാത്രമല്ല ജാനകി പറയുന്നുണ്ട്, അവർ തമ്മിൽ യാതൊരു വൃത്തികെട്ട ബന്ധവുമില്ല, അവർ രണ്ടുപേരും ഫ്രണ്ട്സ് മാത്രമാണടി. ജാനകി കർക്കശായിട്ട് ചന്ദ്രികയോട് പറയാണ്. ചന്ദ്രിക ശരിക്കും താൻ പറഞ്ഞതാരും വിശ്വസിക്കുന്നില്ലല്ലോ എന്നുള്ള സങ്കടത്തിലാണ് ഉണ്ടായിരുന്നത്. ഇത്രയും നേരം കർപ്പകമാണ് ആ മാല മോഷ്ടിച്ചതെന്ന് ഞങ്ങൾ വിശ്വസിച്ചത്. പക്ഷെ ഇപ്പോഴാണ് മനസ്സിലായത് കർപ്പകത്തിൻ്റെ പിന്നിൽ നീയാണ് ഉണ്ടായിരുന്നതെന്ന്. ജാനകി കള്ളത്തരം ചന്ദ്രികയുടെ മേൽ കൂടി ആരോപിക്കുകയാണ്. അത് കേട്ട് ചന്ദ്രികയും കർപ്പകവും പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. മാത്രമല്ല ജാനകി പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചു ചേർന്നിട്ടാണ് മോഷ്ടിച്ചത്. ചന്ദ്രികയും കർപ്പകവും ശരിക്കും പറഞ്ഞാൽ അവിടെ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. വാസു ആണെങ്കിൽ കുറുക്കൻ്റെ കൗശലത്തോടു കൂടി ചന്ദ്രികയെ നോക്കുന്നുണ്ട്. ഇപ്പം എങ്ങനെയുണ്ട്, ഞങ്ങളെ തോൽപ്പിക്കാൻ വന്നിട്ട് നീ തന്നെ വിട്ടില്ലേ എന്നൊരവസ്ഥയിൽ. അപ്പോൾ ജാനകി ചന്ദ്രികയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും കൊണ്ടുപോയി അതെവിടെയാണ് വിറ്റിരിക്കുന്നത്? എന്താ ഇനി ഇവരോട് പറയേണ്ടതെന്ന് അറിയാതെ നിൽക്കുന്ന ചന്ദ്രികയോട് സിദ്ധു പറയുന്നുണ്ട്, ചന്ദ്രിക, അമ്മയുടെ ചെയിന് ജ്യോതിയുടെ കഴുത്തിൽ കണ്ടു എന്നുള്ളതിന് എന്ത് തെളിവാണ് നിൻ്റെ കയ്യിലുള്ളത്? ജ്യോതി അഭിമാനത്തോടെ നിൽക്കുകയാണ്. കാരണം അതിനുള്ളൊരു തെളിവും ചന്ദ്രികയുടെ കയ്യിലില്ലയെന്ന് അവൾക്ക് അറിയായിരുന്നു. അപ്പോൾ സിദ്ധു ചന്ദ്രികയോട് പറയുന്നുണ്ട്, ആദ്യം തന്നെ ഒരു തെളിവും ഇല്ലാതെ ഈ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്ന ജോലി നീ നിർത്ത്. സിദ്ധു ഉൾപ്പെടെ എല്ലാവരും തങ്ങളുടെ ഭാഗത്തേക്കായി എന്ന് മനസ്സിലായപ്പോൾ വാസുവിന് സമാധാനമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കർപ്പകം തന്നെയാണ് ആ ചെയിൻ എടുത്തിരിക്കുന്നത്. ആവശ്യമില്ലാതെ കർപ്പകത്തിനെ സഹായിക്കാൻ പോയിട്ട് ആ കുറ്റം നീ വെറുതെ നിന്റെ തലയിലാക്കി വെക്കണ്ട. ദയവ് ചെയ്ത് ഈ വിഷയത്തിൽ നീ തലയിടരുത് ചന്ദ്രിക, അതാ നിനക്ക് നല്ലത്. ഇത് ഞങ്ങളെ കുടുംബ പ്രശ്നമാണ്, ഇത് ഞങ്ങൾ സംസാരിച്ച് തീർത്തോളാം. ചന്ദ്രിക സങ്കടത്തോടെ സിദ്ധാർത്ഥിനെ നോക്കുകയാണ്. കാരണം സിദ്ധുവിൽ നിന്ന് അങ്ങനെ ഒരു പ്രതികരണം ആയിരുന്നില്ല അവൾ പ്രതീക്ഷിച്ചത്. അപ്പോൾ സിദ്ധു ദേഷ്യത്തോടെ ചന്ദ്രികയോട് പറയുന്നുണ്ട്, ആദ്യം നീ ഇവിടുന്ന് പോവാൻ നോക്ക്. കർപ്പകത്തിനെ പോലീസിൽ ഏൽപ്പിക്കുന്നതിനെ സംബന്ധിച്ച് ഇവിടെ എല്ലാവരും സംസാരിക്കുന്നുണ്ട്. പോലീസ് വന്ന് അവർ കണ്ടുപിടിക്കുമല്ലോ, അവർ കണ്ടുപിടിക്കട്ടെ. സിദ്ധു ദേഷ്യത്തോടെ അവിടുന്ന് പോവുകയാണ്. സിദ്ധുവിൽ നിന്ന് അങ്ങനെ ഒരു പെരുമാറ്റം ചന്ദ്രിക ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും തങ്ങൾക്കൊപ്പാണെന്ന് മനസ്സിലാക്കിയ അവസരം വാസുവും ജ്യോതിയും നന്നായിട്ട് ഉപയോഗിക്കുകയാണ്. ജ്യോതി ജാനകിയോട് പറയുന്നുണ്ട്, ജാനകി ചേച്ചി, നിങ്ങൾ എന്തായാലും എന്നെ വിശ്വസിച്ചല്ലോ, എനിക്കത് മതി. നിങ്ങൾ എൻ്റെ അടുത്ത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് വാസു സാറ് വീട്ടിൽ വന്നിട്ട് ഏട്ടനുമായിട്ടുള്ള ആ ഒരു ബന്ധം. അല്ലാതെ ചന്ദ്രിക പറയുന്നത് പോലെ ഞങ്ങൾ തമ്മിൽ വേറൊരു വഴിവിട്ട ബന്ധവും ഇല്ല. ചന്ദ്രിക പറയുന്നതൊക്കെ പച്ചക്കള്ളാണ്. കർപ്പകത്തെ രക്ഷിക്കാൻ വേണ്ടി ആ തെറ്റ് എൻ്റെ മേൽ ചാർത്തുകയാണ്. ജാനകിയും പറയുന്നുണ്ട്, എനിക്കെല്ലാം മനസ്സിലായി ജ്യോതി, എനിക്കെല്ലാം അറിയാം. എൻ്റെ ഭർത്താവിനെയും നിന്നെയും ചേർത്തിട്ട് ചന്ദ്രിക വളരെ മോശമായിട്ട് സംസാരിച്ചു. അതുകൊണ്ട് ഞാൻ നിന്നോട് മാപ്പ് അപേക്ഷിക്കുകയാണ്. നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ അവൾ തെറ്റിദ്ധരിച്ചു. അപ്പോൾ ജ്യോതിയും സ്നേഹത്തോട് തലയാട്ടുകയാണ്. അതിനുശേഷം ജാനകി കർപ്പകത്തോട് പറയുന്നുണ്ട്, ഇങ്ങോട്ട് നോക്ക് കർപ്പകം, ഞാൻ നിനക്ക് 2 ദിവസത്തെ സമയം തരാം. ആ ചെയിൻ എടുത്തു കൊണ്ടുവന്ന് എനിക്ക് തിരിച്ചു തന്നേക്ക്. അതല്ലെങ്കിൽ പോലീസിൽ ഏൽപ്പിക്കാന്നല്ലാതെ മറ്റൊരു വഴി ഞങ്ങൾക്ക് മുന്നിലില്ല. പിന്നെ ജന്മത്തിൽ നിനക്ക് പുറത്തേക്ക് വരാൻ സാധിക്കില്ല. അത് കേട്ട് കർപ്പകം കരയാണ്. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, നിങ്ങളെ ചെയിന് മോഷ്ടിച്ച ആൾ ഇവിടെയുണ്ട്, അത് കൊണ്ടുപോയി കൊടുത്ത ആളും ഇവിടെയുണ്ട്. അവരെ രണ്ടുപേരെയും വിട്ടിട്ട് ഒരു തെറ്റും ചെയ്യാത്ത നിരപരാധിയായ കർപ്പകത്തിൻ്റെ മേൽ എന്തിനെങ്ങനെ കുറ്റം ചാർത്തുന്നത്?
നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നുകയാണ്. അപ്പോഴേക്കും വാസു പറയുന്നുണ്ട്, ഏയ് ചന്ദ്രിക, എന്താ നിനക്ക് ഇത്രക്ക് അഹങ്കാരം? ഓ, ഞാൻ നിൻ്റെ അച്ഛനെ അപമാനിച്ചത് കൊണ്ട് ഇപ്പോൾ നീ തിരിച്ച് അവസരം കിട്ടിയപ്പോൾ എന്നെ അപമാനിക്കാൻ ശ്രമിക്കുകയാണല്ലേ? മര്യാദയ്ക്ക് ഇവിടുന്ന് ഇറങ്ങി പോവാൻ നോക്ക്. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, ഇങ്ങോട്ട് നോക്ക്, ചെയിന് മോഷ്ടിച്ച് ജ്യോതിക്ക് കൊടുത്തത് നിങ്ങളാണ്. ആ തെറ്റ് കർപ്പകത്തിൻ്റെ മേൽ ചാർത്തി നിങ്ങൾ രക്ഷപ്പെടാമെന്ന് മാത്രം വിചാരിക്കണ്ട. എല്ലാം ദൈവം മുകളിൽ നിന്ന് കാണുന്നുണ്ട്. അപ്പോൾ വാസു വേഗം മനോഹരനോട് പറയാണ്, എന്താ മനോഹര ഇതിങ്ങനെ ഇവളെ സംസാരിക്കാൻ അനുവദിക്കുന്നത്? ആദ്യം അവളുടെ കഴുത്തിന് പിടിച്ച് അവളെ വെളിയിലേക്ക് പറഞ്ഞു വിട്. കേട്ടവാതി കേൾക്കാത്തവാതി മനോഹരൻ പോയിട്ട് ചന്ദ്രികയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് അവളെ പുറത്തേക്ക് തള്ളിക്കൊണ്ടുപോവാണ്. കർപ്പകം പറയുന്നുണ്ട്, വേണ്ട സർ, വേണ്ട. അങ്ങനെ ചന്ദ്രിക പുറത്തെത്താൻ നേരത്ത് വീണ്ടും തിരിഞ്ഞിട്ട് ജാനകിയോട് പറയുന്നുണ്ട്, ജാനകി അമ്മായി, നിങ്ങൾ ദയവ് ചെയ്ത് വാസുദേവൻ സാറിനെ വിശ്വസിക്കരുത്, അയാൾ നിങ്ങളെ പറ്റിക്കുകയാണ്. മനോഹരൻ ചന്ദ്രികയെ പിടിച്ച് പുറത്തേക്ക് തള്ളിയിടുകയാണ്. കർപ്പകം പിന്നാലെ വന്നിട്ട് പറയുന്നുണ്ട്, ചന്ദ്രിക എഴുന്നേക്ക് ചന്ദ്രിക, നീ എനിക്ക് വേണ്ടിയാണ് സംസാരിക്കാൻ വന്നത്, പക്ഷേ എല്ലാവരും നിന്നെ ഇപ്പോൾ കുറ്റക്കാരിയാക്കി. ചന്ദ്രിക വാസുവിനിട്ട് പണിതത് തിരിച്ചു കിട്ടിയത് കണ്ട സന്തോഷത്തിൽ വാസുവും ജ്യോതിയും പരസ്പരം ചിരിക്കുകയാണ്. മേഘയും മുത്തശ്ശിയോട് പറയുന്നുണ്ട്, മുത്തശ്ശി, നിങ്ങളുടെ സഹോദരൻ ഇന്നാണ് ഒരു ജോലി നന്നായിട്ട് ചെയ്തത്. കർപ്പകൻ ചന്ദ്രികയോട് പറയുന്നുണ്ട്, ഇനി നീ ഇവിടെ നിൽക്കണ്ട, പൊയ്ക്കോന്ന്. ചന്ദ്രികയും സങ്കടത്തോടെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. ആ സമയത്ത് ജാനകി ജ്യോതിയോട് മാപ്പ് പറയുന്നുണ്ട്. ജ്യോതി പറയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞിട്ട് ജ്യോതി അവിടുന്ന് പോവാണ്. പിന്നീട് മേഘയുടെ ഊഴായിരുന്നു. അവളും അത് ഉപയോഗിക്കുകയാണ്. എന്താ അങ്കിൾ, നിങ്ങളെക്കുറിച്ച് ചന്ദ്രിക വളരെ ഒരു മോശമായിട്ടൊരു പെണ്ണിൻ്റെ പേര് ചേർത്ത് പറയുന്നത്? സിദ്ധാർത്ഥാണെങ്കിൽ ഒന്നും പറയാതെ അകത്തേക്ക് കയറിപ്പോയി. നിങ്ങളെപ്പറ്റി മോശം പറഞ്ഞ് കേട്ട ഉടനെ തന്നെ ചന്ദ്രികയുടെ കവിളത്ത് നോക്കി സിദ്ധു ഒന്ന് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടാവുമായിരുന്നു. അത് ശരിയാണെന്ന് എല്ലാവർക്കും തോന്നുന്നുണ്ട്. അപ്പോൾ മേഘ പറയാണ്, ചന്ദ്രിക ജ്യോതിയെ കൂട്ടിക്കൊണ്ട് വന്നത് നിങ്ങളെ അപമാനിക്കാൻ വേണ്ടി മാത്രമല്ല, നിങ്ങളെയും ജാനകി അമ്മായിയും തമ്മിൽ പിരിക്കാൻ കൂടി വേണ്ടിയാണ്. ഇത് നിങ്ങൾ വെറുതെ വിടരുത്. ഇത് നിങ്ങൾ പോലീസിൽ പരാതി കൊടുത്ത് ചന്ദ്രികയെ മാത്രമല്ല കർപ്പകത്തെയും രണ്ടുപേരെയും ചേർത്ത് പരാതി കൊടുക്കണം. തീർച്ചയായിട്ടും മേഘ. അപ്പോൾ മേഘ ജാനകിയോട് പറയുന്നുണ്ട്, ചന്ദ്രിക വന്നിട്ട് അങ്കിളിനെ പറ്റി മോശമായിട്ട് പറഞ്ഞപ്പോൾ നിങ്ങളത് വിശ്വസിക്കുമെന്ന് ഞാൻ കരുതി. പക്ഷേ ഭാഗ്യം, നിങ്ങളത് വിശ്വസിച്ചില്ലല്ലോ. നിങ്ങൾ അങ്കിളിനെ വിശ്വസിച്ചല്ലോ. അതിൽ നിന്ന് തന്നെ നിങ്ങൾ തമ്മിലുള്ള സ്നേഹം പെട്ടെന്ന് മനസ്സിലാക്കാം. നിങ്ങളെ രണ്ടുപേരെയും കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം. നിങ്ങളെ ആർക്കും തമ്മിൽ പിരിക്കാൻ സാധിക്കില്ല. കർപ്പകത്തെ രക്ഷിക്കാൻ വേണ്ടി ചന്ദ്രിക എന്തിനാ ഇങ്ങനെ എഫേർട്ട് എടുക്കുന്നതെന്ന് നിങ്ങൾ പോലീസിലൊന്ന് കംപ്ലൈൻറ്റ് ചെയ്ത് പറയണം. ശരി മേഘ. വാസുദേവൻ സമ്മതിക്കുന്നുണ്ട്. ചന്ദ്രികയ്ക്ക് നേരെ അടിക്കാൻ കിട്ടിയൊരു അവസരമായതുകൊണ്ട് മേഘ അത് പാഴാക്കുന്നില്ല. എല്ലാവരും അടുത്തതായിട്ട് അതാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നതും.